നഗരമേ നന്ദി. ശോഭന പരമേശ്വരൻ നായർ നിർമ്മിച്ച നഗരമേ നന്ദി എന്ന ചലച്ചിത്രം റിലീസ് ചെയ്തത് 1967 ഒക്ടോബർ 5-നാണ്. രചന MD വാസുദേവൻ നായർ. ഗാനങ്ങൾ P ഭാസ്കരൻ. സംഗീതം K രാഘവൻ. ഗായകർ യേശുദാസ്, S ജാനകി, P സുശീല, LR ഈശ്വരി. ഛായാഗ്രഹണം A വെങ്കട്ട്. അഭിനയിച്ചവർ നസീർ, ഉമ്മർ, മധു, PJ ആൻ്റണി, അടൂർ ബാസി, നിലമ്പൂർ ബാലൻ, ശങ്കരമേനോൻ, രമേശ്, ശാന്താദേവി, പരിയനാമ്പറ്റ, ജ്യോതിലക്ഷ്മി, ദാമു, PN നമ്പ്യാർ, സുകുമാരി, ഉഷ, നന്ദിനി. പിൽക്കാലത്ത് സിനിമ തിരക്കഥാകൃത്തായി മാറിയ T ദാമോദരൻ ഇതിൽ അഭിനയിക്കുകയുണ്ടായി. മഞ്ഞണി പൂനിലാവിൻ പേരാറ്റിൻ കടവത്ത് എന്ന ഗാനവും നഗരം നഗരം മഹാസാഗരം എന്ന ഗാനവും ഈ സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളായി. സംവിധായകൻ A വിൻസെൻ്റ്. കഥ: മദിരാശിയിൽ തിക്ത അനുഭവങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട കുറേ പേർ. അവർ ഒരു പഴയ കെട്ടിടത്തിലെ ചെറിയ മുറിയിൽ ഒതുങ്ങിക്കൂടി. വ്യത്യസ്തമായ ഓർമ്മിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉള്ളവരാണ്. മലയാളം പ്രസ്സിലെ കമ്പോസിറ്ററായ രാഘവൻ, ടൈലർ കൃഷ്ണേട്ടൻ, ബ്രാഹ്മൺ ഹോട്ടലിലെ വിളമ്പുകാരനായ കുഞ്ഞിരാമൻ, ഉത്സവപ്പറമ്പുകളിൽ റോൾഡ് ഗോൾഡ് ആഭരണങ്ങൾ വിറ്റിരുന്ന ജോസഫ് എന്നിവരെല്ലാം അവിടുത്തെ അന്തേവാസികൾ. ഇവരുടെ കൂട്ടത്തിലേക്ക് രാഘവൻ്റെ ബാല്യകാല സുഹൃത്തായ മാധവൻകുട്ടി എത്തുന്നു. മാധവൻകുട്ടിയുടെ അച്ഛൻ നാട്ടുപ്രമാണിയായിരുന്നു. പക്ഷേ ഉത്സവം നടത്തിയും മറ്റും നടന്ന് ഒടുവിൽ അയാൾ ദരിദ്രനായി മരിക്കുകയാണ് ഉണ്ടായത്. മാധവൻകുട്ടിയുടെ വല്യമ്മയുടെ ഔദാര്യത്തിലാണ് ഇപ്പോൾ അമ്മയും അനുജത്തി കുഞ്ഞുലക്ഷ്മിയും അനുജൻ ഉണ്ണികൃഷ്ണനും കഴിഞ്ഞുകൂടുന്നത്. ജോലി അന്വേഷിച്ച് മദിരാശിയിലെത്തിയതാണ് മാധവൻകുട്ടി. വഴിച്ചെലവിനുള്ള പണം അനുജത്തിയുടെ കമ്മൽ വിറ്റാണ് ഉണ്ടാക്കിയത്. അവൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ കൃഷ്ണേട്ടനും രാഘവനും പെട്ടിപ്പീടികക്കാരനായ അച്ചുമ്മാവനെ പോയി കണ്ടു. അച്ചുമ്മാവൻ ഇവിടുത്തെ പഴയ ആളാണ്, ഏറെ പരിചയവുമുണ്ട്. അതുകൊണ്ട് മാധവൻകുട്ടിക്ക് ഒരു ജോലി ശരിയാക്കി കൊടുക്കണം എന്നതായിരുന്നു ആവശ്യം. അച്ചുമ്മാവൻ ഡ്രൈവർ അനന്തംപിള്ളയ്ക്ക് മാധവൻകുട്ടിയെ പരിചയപ്പെടുത്തി കൊടുത്തു. അനന്തംപിള്ള ഒരു കാലത്ത് കുടമ്പാക്കത്തെ വലിയ ചട്ടമ്പിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുടുംബവുമൊക്കെയായി ശാന്തമായ ജീവിതത്തിൽ ഒതുങ്ങിക്കഴിയുകയാണ്. അനന്തംപിള്ള മാധവൻകുട്ടിയെ ഒരു ഡ്രൈവറാക്കി. അനന്തംപിള്ളയുടെ മകൾ ഭാരതിയും അവനും സ്നേഹ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് കത്തു വന്നു. വല്യമ്മയും അമ്മയുമായി പിണങ്ങിയിരിക്കുന്നു. അച്ചുമ്മാവൻ്റെ സഹായത്തോടെ ഒരു ചെറിയ വീട് കണ്ടെത്തി. കുടുംബത്തെ നാട്ടിൽ നിന്നും മാധവൻകുട്ടി കൂട്ടിക്കൊണ്ടുവന്നു. ഉണ്ണികൃഷ്ണനെ പോളിടെക്നിക്കിലാക്കി. കുഞ്ഞുലക്ഷ്മി തയ്യൽ പഠിക്കാനും തുടങ്ങി. മാധവൻകുട്ടി കഠിന പ്രയത്നം ചെയ്ത് കുടുംബം പോറ്റി. ബന്ധങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന രാഘവൻ മാധവൻകുട്ടിയുടെ വീട്ടിൽ ഒരംഗത്തെ പോലെയായി. അയാൾ കുഞ്ഞുലക്ഷ്മിയുമായി അടുത്തു. നഗരത്തിലെ സമൂഹത്തിൻ്റെ മുകൾ തട്ടിലെത്തിയ ഒരു സംഘം അവിടുണ്ട്. അവർ കലാപോഷണവും സാമൂഹ്യ സേവനവുമൊക്കെ നടത്തുന്നവരാണെന്നാണ് വൈപ്പ്. ആദ്യം ഇതിന് നേതൃത്വം നൽകിയിരുന്നത് മിസ്സിസ് മേനോനായിരുന്നു. ഇപ്പോൾ സംഘനേതൃത്വം മിസ്സിസ് മുതലിയാർക്കും ക്യാപ്റ്റൻ ദാസിനുമാണ്. ക്യാപ്റ്റൻ ദാസും മിസ്സിസ് മുതലിയാരും കുഞ്ഞുലക്ഷ്മിയിൽ കണ്ണുവച്ചു. അവരുടെ ആർഭാട ജീവിതം കുഞ്ഞുലക്ഷ്മിയെ വല്ലാതെ മോഹിപ്പിച്ചു, സ്വാധീനിച്ചു. മിസ്സിസ് മുതലിയാരുടെ കെണിയിൽ അവൾ വീണു. ക്യാപ്റ്റൻ ദാസടക്കം പലർക്കും അവൾ വിധേയയായി. മാധവൻകുട്ടി ഒരു അപകടത്തിൽപ്പെട്ടു, ആശുപത്രിയിലായി. രാഘവൻ മാത്രം അവന് തുണയായി. അപ്പോഴേക്കും മുന്തിയ ഹോട്ടലുകളിലും ബംഗ്ലാവുകളിലും സന്ദർശകയായിരുന്ന കുഞ്ഞുലക്ഷ്മി മാധവൻകുട്ടിയിൽ നിന്ന് ഏറെ ദൂരെയായി കഴിഞ്ഞിരുന്നു. ഉണ്ണികൃഷ്ണനും നഗരത്തിലെ പുതിയ കൂട്ടുകെട്ടിൽ മോശമാകാൻ തുടങ്ങി. ഒന്നിനും കഴിയാതെ അമ്മ നിസ്സഹായയായി നിന്നു. ആശുപത്രി വിട്ടുവന്ന മാധവൻകുട്ടി യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി. കുഞ്ഞുലക്ഷ്മി മൂലം മാനക്കേട് വന്ന അയാൾ വല്ലാതെ തകർന്നുപോയി. സമൂഹത്തിൽ നിന്ദ്യനായതുപോലെ. മാധവൻകുട്ടി അനുജത്തിയെ പിന്തുടർന്നു. എന്നാൽ ആ സമയം ഒരു കാർ അപകടത്തിൽ അയാൾ പെട്ടു, മരണമടയുകയും ചെയ്തു. അമ്മയും കുഞ്ഞുലക്ഷ്മിയും ഉണ്ണികൃഷ്ണനും നിരാലംബരായി. അവർ നാട്ടിലേക്ക് മടങ്ങി.